അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്നത് നമ്മൾ മോഡ്യൂൾ 2-ലെ ടോർഷൻ ഓഫ് ഷാഫ്റ്റ്സ് ആണ്. സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങ് പറയുവാണ്. അപ്പോൾ ടോർഷൻ ഓഫ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷാഫ്റ്റ് ഇങ്ങനെ ഉണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ ലെന്ത് എൽ. ഇതിവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതിനൊരു ക്രോസ് സെക്ഷൻ ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ ഷാഫ്റ്റിനെ ഞാനിങ്ങനെ തിരിക്കുവാണ്, ട്വിസ്റ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ ടോർഷൻ എന്ന സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടോർഷൻ ഉണ്ടാകുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ഇപ്പം ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കും. ആ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു റേഡിയസിന് സംഭവിക്കുന്ന ട്വിസ്റ്റിംഗ് സംഭവിക്കുമല്ലോ. ഈ ഡി എന്ന് പറയുന്ന പോയിന്റ്, ഈ ഡി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യപ്പെടും, ട്വിസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. അതിന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. നമ്മൾ ഈ സി ഡി എന്ന് പറഞ്ഞ് വരച്ചിരിക്കുന്ന ഇതിൻ്റെ ആക്സിസ് ആണ്. അപ്പോൾ ഈ ആക്സുമായിട്ട് വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ദ മോളിക്യൂൾസ് ഈസ് ആക്ച്വലി മൂവിങ് ഇൻ എ കർവ്ഡ് പാത്ത്. മോളിക്യൂൾസിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കർവ്ഡ് പാത്തിലാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ടോർഷണൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കും. അതുകൊണ്ട് ആ ഈ സ്ട്രെസ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന് നമ്മൾ ടോർഷണൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് ആണ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമല്ലോ. കാര്യം ഒരു മോളിക്യൂൾ മറ്റൊന്നിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ് ആയി പോകുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തുണി കഴുകത്തില്ലേ, തുണി കഴുകിയിട്ട് നമ്മൾ തുണി കഴുകിയതിന് ശേഷം തുണി മുറുക്കത്തില്ലേ, ആ മുറുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടോർഷനാണ്. ആക്ച്വലി ഒരു ഷാഫ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് റൊട്ടേഷനും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും ചെയ്താൽ അതിന് സംഭവിക്കുന്ന ആ ട്വിസ്റ്റിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് നമുക്കിവിടെ തീറ്റ ഉണ്ടാവും, ആ സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ഷിയർ ഡിഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ ഷിയർ അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഷിയർ ഡിഫോർമേഷൻസിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ടോർഷണൽ ഇക്വേഷനാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ടോർഷണൽ ഇക്വേഷനിൽ ഫസ്റ്റ് സ്ട്രെസ്, ടോർഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ ഷിയർ ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഷാഫ്റ്റ് ആണ്. ഈ ഷാഫ്റ്റിന് ഒരു റേഡിയസ് ഉണ്ടാവും. അത് ഔട്ടർ സർഫസ് വരെയുള്ള റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു. ഇസ് ദ മാക്സിമം ദ റേഡിയസ് ഓഫ് ദി സോളിഡ് ഷാഫ്റ്റ്. അപ്പം റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ് ആർ എന്ന് പറയുന്നത്. വേർ ടോ ഈസ് ആക്ച്വലി, അപ്പം ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആണ്. ഇറ്റ് വിൽ ബി ഇൻ മീറ്റർ. ആൻഡ് ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് ടോ വിൽ ബി ദ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും നമുക്ക് സ്ട്രെസ് കിട്ടുന്നത്. സോ ദിസ് ഈസ് എന്താണ് നമുക്ക് ഷിയർ സ്ട്രെസ്സും ഇതുമായി. ഇനി നമ്മൾ അടുത്ത സംഭവം പറയുന്നത് സി തീറ്റ ബൈ എൽ. സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നതിനെ നമ്മൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു. അപ്പോൾ സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. അത് കോൺസ്റ്റൻറ്റ് ഫോർ എ പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ്. തീറ്റ എന്ന് പറയുന്നത് അവിടെ എത്രത്തോളം ട്വിസ്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ്. പിന്നെ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ലെന്ത് ഓഫ് ദ ഷാഫ്റ്റ്. ആ ലെന്ത് ഓഫ് ദ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മീറ്ററിൽ പറയും. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തിൽ പറയണം, റേഡിയനിൽ പറയണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. മോഡുലസ് ഓഫ് റിജിഡിറ്റി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ, മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി വെച്ചു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യൂ ബൈ ആർ. ക്യൂ എന്ന് പറയുന്നതും ഷിയർ സ്ട്രെസ് തന്നെയാണ്. ബട്ട് ഇഫ് വി ആർ കൺസിഡറിങ് എ സോളിഡ് ഷാഫ്റ്റ്, ഒരു സോളിഡ് ഷാഫ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പുറത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആരായിരിക്കും. പക്ഷേ ഇതുവരെയുള്ള ഒരു പോയിന്റിൽ, ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൽ എനിക്ക് ഷിയർ സ്ട്രെസ് ഈ ഒരു സർഫസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലെയറിൻ്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതുവരെയുള്ള റേഡിയസ് സ്മാൾ ലെറ്റർ ആർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ലെയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ടോ ബൈ ആർ തന്നെയാണ് ഇവിടെ ക്യൂ ബൈ ആർ. ടോ എന്ന് പറയുന്നത് അവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ്, ക്യൂ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ ലിങ്കിലുള്ള ഒരു എലമെൻറ്റിലുള്ള ഫ്രം ദ സെൻറ്റർ ഒരു പർട്ടിക്കുലർ റേഡിയസ് സ്മാൾ ലെറ്റർ ആർ റേഡിയസിൽ മാറി നിൽക്കുന്ന ആ ഒരു എലമെൻറ്റ് സർഫസിലുള്ള എന്താണ് ഷിയർ സ്ട്രെസ് ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടോർഷണൽ ഇക്വേഷനാണ്. നമുക്ക് ആദ്യത്തെ രണ്ട് സാധനങ്ങൾ എടുത്താൽ മതി. ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ എന്ന് പറയുന്നത് ആലോചിച്ചിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അടുത്ത് പഠിക്കുന്നത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഷാഫ്റ്റ് കറങ്ങുമ്പോഴത്തേക്ക് ഷാഫ്റ്റ് ഈസ് ഹാവിങ് എ ടോർക്ക്. അതായത് പവർ ഉണ്ട്. പവർ എന്ന് പറയുന്നത് വെച്ചിട്ട് ഷാഫ്റ്റ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ ഹോളോ ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ. ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസൈഡ് ഡയമീറ്റർ കാണാൻ ഡി ഐ, ഒരു ഔട്ട്സൈഡ് ഡയമീറ്റർ ആണ് ഡി ഒ. അപ്പോൾ അത് വെച്ചിട്ട് പൈ ബൈ 16 ഇൻറ്റു ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണെന്നറിയാം. ഡി ഔട്ടർ റേസ്റ്റ് 4 മൈനസ് ഡി ഇന്നർ റേസ്റ്റ് 4 ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ ആണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇഫ് ദ ഷാഫ്റ്റ് ഈസ് സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഡയമീറ്റർ ഉണ്ടാകത്തുള്ളൂ. ഡി റേസ്റ്റ് 4 ബൈ ഡി എന്ന് പറയുമ്പോൾ ഡി ക്യൂബ് മാത്രമാവും. പൈ ബൈ 16 ഇൻറ്റു ടോ ഡി ക്യൂബ് എന്ന് പറയുന്ന വാല്യൂവിലേക്ക് പോകും. അപ്പോൾ അതും കൂടെ ആലോചിച്ചോളണം. അപ്പോൾ ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ പവർ ട്രാൻസ്മിറ്റിൻ്റെ ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫോർ എ സോളിഡ് ഷാഫ്റ്റ്, ടോർക്ക് ട്രാൻസ്മിറ്റ് ഫോർ എ സോളിഡ് ഷാഫ്റ്റ്, അത് ഞാൻ അവിടെ എഴുതാൻ വിട്ടു എന്ന് തോന്നുന്നു. ഫോർ എ
solid shaft. For a solid shaft, torque T is equal to pi by 16 into tau into d raised to 3 വരും, d ക്യൂബ് വരും. ഓക്കെ, അപ്പോൾ d ക്യൂബ് എന്ന് പറയുന്നത് എന്താ ഉപയോഗിച്ച കാര്യം എന്തുവാ, ഇവിടെ ഒരു ഡി ഉള്ളൂ. അപ്പോൾ d റേസ്റ്റ് 4/d എന്ന് പറയുന്നത് d ക്യൂബ് ആയിട്ട് പോകും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ d ക്യൂബേ ഉള്ളൂ, അത് ആലോചിച്ചോളണം. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ സോളിഡ് ഷാഫ്റ്റ്. ഇനി ഇതിനെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടോർക്കിനെ നമ്മൾ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ 2πn/60 ഇഫ് n ഈസ് ഇൻ RPM. m റൊട്ടേഷൻസ് പെർ മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് ഒമേഗ. ആ ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നു, t ഇൻറ്റു ഒമേഗ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ പവർ. അപ്പം വാട്ട്സിൽ നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും. അപ്പോൾ ആ ഒരു വാട്ട്സ് കിട്ടുന്ന പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ 2πnt/60 എന്ന് പഠിച്ചിട്ടുണ്ട്. ആ 2πn എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒമേഗയാണ്. 2πn/60 എന്ന് പറയുന്നത് ഒമേഗയാണ്. അത് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഡു എ പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലം എന്ത് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ 2 ഷാഫ്റ്റ്സ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആൻഡ് ദ സെയിം ലെങ്ത് ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം ടോർക്ക്. അപ്പോൾ സെയിം മെറ്റീരിയൽ ആണ്, ദാറ്റ് മീൻസ് സി എന്ന് പറയുന്നത് സെയിം ആണ്. സെയിം ലെങ്ത്, ദാറ്റ് ഈസ് എൽ ഈസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് സബ്ജക്റ്റ് ടു സെയിം ടോർക്ക്, ദാറ്റ് ഈസ് ടി ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ഇഫ് ദ ഫസ്റ്റ് ഷാഫ്റ്റ് ഈസ് എ സോളിഡ് സർക്കുലാർ സെക്ഷൻ, ഫസ്റ്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സർക്കുലാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് ആയിട്ട് ഒരു ക്രോസ് സെക്ഷൻ കിട്ടും. അപ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ ഔട്ട്സൈഡ് ഡയമീറ്റർ ഇല്ല, ഇറ്റ് വിൽ ബി ഹാവിങ് എ പർട്ടിക്കുലർ ഡയമീറ്റർ, ക്യാപിറ്റൽ ലെറ്റർ D. And the second shaft is a hollow, is of hollow circular section whose internal diameter is 2/3 of the outside diameter. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. ഹോളോ ഷാഫ്റ്റിന് ഒരു ഇൻറ്റേർണൽ ഡയമീറ്ററും കാണും, ഒരു എന്തും കാണും, ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററും കാണും, DO. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഇൻറ്റേർണൽ ഡയമീറ്റർ ഈസ്, ദാറ്റ് ഈസ് DI ഈസ് ഈക്വൽ ടു 2/3 ഓഫ് എന്താണ്, ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ഈച്ച് ഷാഫ്റ്റ് ഈസ് സെയിം. അപ്പോൾ ഈ രണ്ടിലും ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സും എന്താണ്, സെയിം ആണ്. കമ്പയർ ദ വെയ്റ്റ്സ് ഓഫ് ദ ഷാഫ്റ്റ്, വി ആർ ടു കമ്പയർ ദ വെയ്റ്റ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇതൊരു ടിപ്പിക്കലി ഞാൻ ഡയറക്റ്റ് ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തില്ല. അത് നമ്മൾ അടുത്ത സെക്ഷൻ ചെയ്യും. അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. അത് ഡയറക്റ്റ് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇട്ടിരിക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഈ ഒരു ടോർക്ക് ഓഫ് എ സോളിഡ് ഷാഫ്റ്റും ടോർക്ക് ഓഫ് എ ഹോളോ ഷാഫ്റ്റും അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സും ടോർഷണൽ ഇക്വേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ്. അപ്പം നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്, സോളിഡ് ഷാഫ്റ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ ഡയമീറ്റർ, ദാറ്റ് ഈസ് D. ദാറ്റ് മീൻസ് D, ക്യാപിറ്റൽ ലെറ്റർ D ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് എന്തെന്ന് പറയണം, ഡയമീറ്റർ ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് നമ്മൾ എഴുതി വെക്കണം. പിന്നെ ഇന്നർ ഡയമീറ്റർ, അപ്പോൾ ഇത് DI എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കും. DI ഈസ് ഈക്വൽ ടു ഇന്നർ ഡയ ഓഫ് എന്താണ്, ഹോളോ ഷാഫ്റ്റ് എന്ന് പറയും. ഇന്നർ ഡയ ഓഫ് ഹോളോ ഷാഫ്റ്റ്. D ഔട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഔട്ടർ ഡയ ഓഫ് എന്താണ്, ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗിവൺ ഡേറ്റയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ ലെന്ത് സെയിം ആണെന്ന് പറഞ്ഞു. ഇനി വെയിറ്റ് ആണല്ലോ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ WS എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് എന്താണെന്ന് പറഞ്ഞു. നമുക്കൊരു രൂപമില്ല എന്ത് ചെയ്യുമെന്നുള്ളത്, അത് നമുക്ക് വരുത്താം. വെയിറ്റ് ഓഫ് എന്താണ്, സോളിഡ് ഷാഫ്റ്റാണ് WS എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് WH എന്ന് പറയുന്നത് ഈസ് എ വെയിറ്റ് ഓഫ് എന്താണ്, ഹോളോ ഷാഫ്റ്റാണ്. വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റാണ് WH എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് സ്ഥലത്തെയും ടോർക്ക് സെയിം ആണ്. We are having two different equations for calculating the torque transmitted by a solid shaft and a hollow shaft. അപ്പോൾ സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ഐ ആം ഗോയിങ് ടു എന്താണ് റൈറ്റ് ദ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ, നമുക്ക് എന്ത് പറയാൻ പറ്റും, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എന്ത് ഷാഫ്റ്റ്, സോളിഡ് ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാ പറഞ്ഞേക്കുന്നത്, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്ക് സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് കമ്പയർ ചെയ്ത് വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് TS എന്നും ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഹോളോ ഷാഫ്റ്റ് എന്ന് TH എന്നും എടുത്താൽ TSൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്,
π/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി റൈസ് ടു 3. അത് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടി എച്ച്? ടി എച്ച് ഈസ് ഈക്വൽ ടു π/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ഇന്നർ റൈസ് ടു 4 സോറി ഡി ഔട്ടർ റൈസ് ടു 4 മൈനസ് ഡി ഇന്നർ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡി ഇന്നർ ഈസ് ഈക്വൽ ടു 2/3 ഓഫ് ഡി ഔട്ടർ എന്നല്ലേ. അപ്പോൾ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ π/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ഇന്നർ ഡി ഔട്ടർ റൈസ് ടു 4 മൈനസ് ഡി ഇന്നർ റൈസ് ടു 4 എന്ന സ്ഥലത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ദാറ്റ് ഈസ് 2/3 ഡി ഔട്ടർ ദ ഹോൾ റൈസ് ടു 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനി എന്ത് കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്തു, 2/4 എന്താണ് 3/4 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, π/16 ഇൻറ്റു ടോ ഡി ഔട്ടർ റൈസ് ടു 4 മൈനസ് 3/4 എത്രയാണ്? 3/4 2/4 അല്ലെങ്കിൽ 2/3 കിട്ടും. അപ്പോൾ 2/3 എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് 2/4 ആണെന്നെങ്കിൽ 2 ഇൻറ്റു 2 എത്രയായി? 4 ആയി. ഇനി അടുത്ത് എന്താണ്? 4 ഇൻറ്റു 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 8 16 അല്ലേ. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 3/4. 3/4 ആകുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 എത്ര കിട്ടും? 9 9 ഇൻറ്റു 3 27 27 3 81 that is 16/81 d outer raised to 4 the whole divided by d outer. ഈ ഞാൻ ഇടുന്ന ഈ ടെക്സ്റ്റിൻ്റെ PDF ചില ന്യൂമറിക്കൽ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അവിടെ നിന്ന് ടി എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? π/16 ഇൻറ്റു ടോ ഇൻറ്റു നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? π/16 ഇൻറ്റു ടോ ഇൻറ്റു ഇത് നമുക്ക് ഒന്ന് എന്ത് ചെയ്ത് വെക്കാം, ഇത് ചെയ്ത് വെക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഡി ഔട്ടർ റൈസ് ടു 4 നമുക്ക് പുറത്തെടുത്തൂടെ. അപ്പോൾ ഡി ഔട്ടർ റൈസ് ടു 4 പുറത്തെടുക്കുമ്പോൾ ഡി ഔട്ടർ റൈസ് ടു 4 ഇവിടെ എന്ത് വരും? 1 മൈനസ് ഇതിനകത്ത് എന്ത് മാത്രം വരും? 16/81 ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ഔട്ടർ എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് കാൽക്കുലേറ്റ് അടിച്ച് ചെയ്യാമല്ലോ. കാൽക്കുലേറ്റ് അടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എ പർട്ടിക്കുലർ വാല്യൂ. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരുന്നത്? π/16 ഇൻറ്റു ഒരു ഡിയും ഡി ഔട്ടറും വെട്ടിക്കളയാലോ. ടോ ഇൻറ്റു ഡി ഔട്ടർ ഇത് കാൽക്കുലേറ്റർ LCM എടുത്താൽ മതി. LCM 81 വരും. ഇവിടെ ന്യൂമറേറ്ററിൽ 81 മൈനസ് 16 വരും. 81 മൈനസ് 16 എത്ര വരും? 65. അങ്ങനെ പറ. അപ്പോഴാണ് ഈ ആൻസർ എഴുതി ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഈ ചെയ്യുന്ന ഇടയ്ക്ക് ന്യൂമറിക്കൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ നിങ്ങളത് നോക്കണ്ട, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. ഡി ഔട്ടർ ക്യൂബല്ലേ, സോറി ക്യൂബ് ഇടാൻ പറയുന്നത്. ഇവിടെ ഒരു 4 പോയി, അപ്പോൾ ഒരു ഡി മാത്രമേ പോയുള്ളൂ. ഡി ഔട്ടർ ക്യൂബ് ഇൻറ്റു 18 മൈനസ് 16 എന്ന് പറയുന്നത് 81 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 65 കിട്ടും. 65/81 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ 65/81 എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ ടി എച്ച്. അപ്പോൾ ടി എസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ടി എച്ച് എന്ന് എഴുതാം. ടി എസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? π/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു π/16 ഇൻറ്റു ടോ ഇൻറ്റു ഡി ഔട്ടർ ക്യൂബ് ഇൻറ്റു 65/81. അപ്പോൾ π/16 π/16 വെട്ടിപ്പോകാൻ ടോയും വെട്ടി. നിങ്ങളൊരു ഈ ഒരു കാര്യം ഞാൻ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഇതിൽ വാല്യൂസ് ഒന്നും ഇല്ല, ഓക്കെ, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് പിടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടിൻ്റെയും ടോർക്കിൻ്റെ ഇക്വേഷൻസ് ഇതാണെന്നറിയാം. അതിനായിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് DOയിലേക്ക് ഒരു ഡയമീറ്ററിലേക്ക് കൊണ്ടുവരാമെന്നറിയാം. ആ ഒരു ഡയമീറ്ററിലേക്ക് കൊണ്ടുവന്നാൽ സോളിഡ് ഷാഫ്റ്റിൻ്റെയും ഹോളോ ഷാഫ്റ്റിൻ്റെയും ഡയമീറ്റേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഡി ക്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ ഡി ക്യൂബ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിടക്കുന്നത് ഇപ്പോൾ എത്രയാണ്? അവിടത്തോട് 65/81 ഡി ഔട്ടർ എന്ന് പറയുന്ന ഡി ഔട്ടർ ക്യൂബ് എന്ന് പറയുന്ന സാധനമാണ് അവിടെ കിടക്കുന്നത്. ക്യൂബ്.
അപ്പോൾ ഇതിനെ ഇനി ഡി ഇന്നർ ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഇവിടെ ക്യൂബ് റൂട്ട് എടുക്കണം. ക്യൂബ് റൂട്ട് എടുക്കുക എന്ത് ചെയ്യും, 65/81 ഡി ഔട്ടർ ക്യൂബ് ദ ഹോൾ റൈസ് ടു 1/3 ചെയ്ത് നോക്കിയാൽ മതി. 1/3 ചെയ്യുമ്പോഴത്തേക്ക് 65/81 ദ ഹോൾ റൈസ് ടു 1/3 ഡി ഔട്ടർ ഓഫ് 3 ഇൻറ്റു 1/3 കിട്ടും. ഇതെന്തായി പോയി, 3 3 വെട്ടിപ്പോയി, ഡി ഔട്ടർ മാത്രമായിട്ട് അവിടെ റിമെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 65/81 ദ ഹോൾ റൈസ് ടു 1/3 ഇൻറ്റു ഡി ഔട്ടർ എന്ന് കിട്ടും. ഇവിടെ നിന്ന് ഡി ഈസ് ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടൂലേ, വാല്യൂ കിട്ടും. അപ്പോൾ 0.929 ഡി ഔട്ടർ എന്ന് കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഡിയും ഡി ഔട്ടറും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഡി ഔട്ടർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, ഡി ഇന്നർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം 2/3 ഓഫ് ഡി ഔട്ടർ. അപ്പോൾ മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടി. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2 ടോർക്കും സെയിം ആണ്, ഒരു ഡയമീറ്റർ തന്നിട്ടുണ്ട്, യു ഹാവ് ടു ഫൈൻഡ് ഓൾ ദ അതർ 3 ഡയമീറ്റേഴ്സ്. ഈ ഒരു രീതിയിൽ പ്രൊസീജിയർ ഫോളോ ചെയ്ത് അതർ 3 ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. അത് ഏത് വേണോ തരാം, ചിലപ്പോൾ ഡി തന്നിരിക്കാം, നമുക്ക് ഡി ഒയും ഡി ഐയും അവിടെ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടി, എല്ലാ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രൊസീജിയർ ചെയ്തത്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ ടോർക്ക് തന്നിരിക്കാം, ആ ടോർക്ക് തന്നിട്ട് മറ്റേതിനെ ഈക്വലാന്ന് പറയാം. അപ്പോൾ ആ ടോർക്ക് ഈസ് ഈക്വൽ ടു ഇതിനൊരു വാല്യൂ എടുത്തിട്ട് ഡി ഇന്നറും ഡി ഔട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് എടുക്കണമെന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി വെയിറ്റ് ആണ് വേണ്ടത്. വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. വെയിറ്റ് ഈസ് ഈക്വൽ ടു, വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടണിൽ കിട്ടണം അല്ലേ. ന്യൂട്ടണിൽ കിട്ടണമെങ്കിൽ നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എടുക്കാൻ പോവാണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ സെയിം ദ വെയിറ്റ് ഡെൻസിറ്റി സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ വെയിറ്റ് ഡെൻസിറ്റി സെയിം ആണ്. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി സെയിം ആണെങ്കിൽ സ്മാൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, വോളിയം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. അപ്പം വെയിറ്റ് ഡെൻസിറ്റി സെയിം ആണെന്ന് നമ്മളിവിടെ പറഞ്ഞാൽ ഡബ്ല്യു ഓഫ് ഷാഫ്റ്റ് സോളിഡ് ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ വെയിറ്റ് ബൈ വോളിയം ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഡബ്ല്യുവിനെ സ്മാൾ വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു എന്ത് ചെയ്ത് കൊടുത്താൽ മതി, വോളിയം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് വെയിറ്റ് ഡെൻസിറ്റി സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരും. അപ്പോൾ ഈ ഒരു സാധനം കൂടെ ആലോചിക്കുക. വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വെയിറ്റ് ഡെൻസിറ്റി സെയിം ആണ്, വെയിറ്റിൻ്റെ വോളിയം ചെയ്യാൻ വേണ്ടി ഏരിയ ഇൻറ്റു ലെന്ത് ചെയ്താൽ പോരെ. ഇവിടെ ഇതിങ്ങനെയാണ്, ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എ ഉണ്ട്, ഇവിടെ ലെന്ത് എന്ന് പറയുന്ന എൽ ഉണ്ടെങ്കിൽ സ്മാൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു ഏരിയ ഇൻറ്റു ലെന്ത്. ഏരിയ എന്ന് പറഞ്ഞാൽ π/4 ഡി സ്ക്വയർ അല്ലേ. അതവിടുത്തെ എന്താണ്, ഡയമീറ്റർ അവിടെ കയറിയേണ്ട. π/4 ഡി സ്ക്വയർ എന്ന് പറയുന്ന സാധനം അവിടെ കയറി ഇൻറ്റു എൽ എന്ന് പറയുന്ന സാധനമല്ലേ. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി, നമുക്ക് ഇതിൻ്റെ എന്ത് എടുത്താൽ മതി, റേഷ്യോ എടുത്താൽ പോരെ. ഇതിൻ്റെ റേഷ്യോ എടുക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ റേഷ്യോ എടുക്കേണ്ടേ, WS/WH റേഷ്യോ എടുക്കേണ്ടേ. WS എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ സ്മാൾ ലെറ്റർ ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഹോളോ ഷാഫ്റ്റിൻ്റെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റ് ഡെൻസിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു ഇൻറ്റു അവിടുത്തെ ഏരിയ എങ്ങനെ എടുക്കും, ഫോർ ഹോളോ ഷാഫ്റ്റ് വാട്ട് ഈസ് ദ വെയിറ്റ് ഡെൻസിറ്റി ഡബ്ല്യു ഇൻറ്റു ഏരിയ ഇൻറ്റു ലെന്താണ്. ഈ സാധനം ഏരിയ ഇൻറ്റു ലെന്ത്. ഏരിയയ്ക്ക് π/4 ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നർ സ്ക്വയർ എന്ന് വരൂലേ, ഇൻറ്റു എന്താണ്, എല്ലാണ്. അപ്പോൾ അതവിടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/4 ഇൻറ്റു ഡി ഔട്ടർ ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നറിൻ്റെ സ്ക്വയർ ദ ഹോൾ ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ ഇവിടെ ഡി ഇന്നറിന് പകരം 2/3 നമുക്ക് എന്ത് കൊടുക്കാം, അപ്പോൾ അത് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു ഡി ഔട്ടർ സ്ക്വയർ മൈനസ് ഡി ഇന്നറിന് നമുക്ക് എന്ത് കൊടുക്കാം, ഡി ഇന്നർ ഈസ് ഈക്വൽ ടു 2/3 ഓഫ് അല്ലേ. അപ്പോൾ 2/3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ആണല്ലോ, ദ ഹോൾ ഇൻറ്റു എൽ. അപ്പോൾ അവിടെ നിന്ന് ഡി ഔട്ടറിൻ്റെ സ്ക്വയർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു ഡി ഔട്ടർ സ്ക്വയർ പുറത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, 1 മൈനസ് 2/3 4/9 എന്ന് മാത്രം കിടക്കും. ഇൻറ്റു എന്ത്, എല്ലുണ്ട്. ഈ 4/9 ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു എന്താണ് ഡി ഔട്ടർ സ്ക്വയർ ഇൻറ്റു 9 ഡിനോമിനേറ്ററിൽ 9 - 4 5 മുകളിൽ വരും ഇൻറ്റു എൽ എന്ന് വരും. അപ്പോൾ ആ ഒരു വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു സ്മാൾ ലെറ്റർ ഡബ്ല്യു ഡി സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇൻറ്റു π/4 ഇൻറ്റു എന്തുണ്ട്, ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ഇൻറ്റു 5/9 ഇൻറ്റു എല്ലുണ്ട്. എല്ലും വെട്ടിക്കളയാൻ ഡബ്ല്യു π/4 വെട്ടിക്കളയാം. ഇത് രണ്ടും ഡി ഔട്ടറും ഡിയും തമ്മിലുള്ള റിലേഷൻ കിട്ടുമല്ലോ. ഡിക്ക് വരാൻ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അപ്പോൾ ഡിക്ക് വരാൻ എന്ത് കൊടുക്കാം, 0.929 ഡി ഔട്ടർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5/9 ഇൻറ്റു
ഡി ഔട്ടറിൻ്റെ സ്ക്വയർ ഇതും ഡി ഔട്ടറും വെട്ടിപ്പോയി നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആൻഡ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1.55 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തന്നെ ആവണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നിർബന്ധമില്ല. നമുക്ക് പല വാല്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ വാല്യൂസൊക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടോയും ആറൊക്കെ വെച്ചിട്ട് നമുക്ക് സിയും തീറ്റയും എല്ലോ ഒക്കെ പിന്നെ വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഉണ്ടാവുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമുക്ക് ടോർക്ക് പിന്നെ എന്താണ് പവർ ട്രാൻസ്മിറ്റ് കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിലും അതിൻ്റെ അടുത്ത വീഡിയോയിലും ആയിട്ടൊക്കെ പോളാർ മോഡൽസ് ഒക്കെ വെച്ചിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ തീർക്കാം.